ഹായ് നന്ദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ വരൂ. ഹായ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഡേ. കുറെ നാൾക്ക് ശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്കാണ് വന്നിക്കണേട്ടാ. അപ്പൊ സമയമൊക്കെ നല്ലോണം വൈകിട്ടുണ്ട്. ഇപ്പൊ 12:45 10:30 എത്തണ്ടാണ്. ഞങ്ങൾ 2 നല്ല സുഖമായിട്ട് കിടന്നിറങ്ങി. സീറ്റൊക്കെ കിടന്ന് ഉറങ്ങിപ്പോയി. നല്ലോണം വൈകി. ഞാനാണെങ്കിൽ തല കുളിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. ഇനി മുടിയത്തെ ചെടി കാര്യങ്ങളൊക്കെ കളയണം. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഈ വശത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പണ്ടേ ഉള്ള സ്വഭാവം നെഞ്ചിങ്ങനെ ഇരിക്കണം തൊട്ടേക്ക് ഇല്ലേ, കളിയാക്കലൊക്കെ അല്ല കാര്യമായിട്ടെ. നല്ല നെഞ്ചിരിപ്പുണ്ട്. പോവാ നമുക്ക്. സത്യം പറഞ്ഞാല് ഇനി അവിടെ പോയിട്ട് പിന്നെ അവിടെ AC ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. എന്തൊക്കെ പറയണം, കൊറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഡോക്ടറെ കാണിച്ചിട്ട് കൊറേ നാളായല്ലോ. പിന്നെ എന്തായാലും കൊറേ കാര്യങ്ങള് നോക്കാനും പറയാനൊക്കെ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒക്ടോബറിലല്ലോ കാണിച്ചത്. ഒക്ടോബറിൽ കാണിച്ച് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. കൊറേ കാര്യങ്ങളുണ്ട്. അപ്പൊ പോവാ നമുക്ക് ഡോക്ടറെ കാണിക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നു. അതെ, ഞങ്ങൾക്ക് ഈ മസാല കുറവുള്ള ഈ ബിരിയാണികൾ അത്ര പിടിക്കില്ല. ഇപ്പൊ കുറച്ചാളായിട്ട് അങ്ങനെയാണ്. കുറച്ചാളല്ല, 2-3-5 മാസമായിട്ട് അങ്ങനെയാണ്. മാഞ്ഞാലി ബിരിയാണിയുടെ ആൾക്കാരെ ഞങ്ങള്. അപ്പൊ ഇവിടെ പിന്നെ ഇനി ബിരിയാണി ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോ അന്ന് കാലത്തൊന്നും കഴിച്ചില്ല. അപ്പൊ ഞങ്ങള് വെള്ളയപ്പവും ബീഫും കഴിച്ച് കേരള ഒരു വെള്ളയപ്പവും ബീഫും ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. പിന്നെ എന്തായാലും ഇവിടുന്ന് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോ തന്നെയാണ് വിശക്കുള്ളൂ. അതിന് സ്കാനിങ് ഒന്നും പറയണ്ടെന്നാ മതി. സ്കാനിങ് പിന്നെ അറിയില്ല. ബ്ലഡ് ടെസ്റ്റും സ്കാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലോണം വരും. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഡോക്ടറെ കാണിച്ചിട്ട് വരാം അല്ലേ. അപ്പൊ പോവാ. എന്റെ മുടി ആകെ ഡാമേജ് ആയിട്ടാ. ഒന്ന് കെരാറ്റിൻ അല്ല സ്മൂത്തനിങ് ചെയ്തതിന്റെ ശേഷം ഭയങ്കര ഡാമേജ് ആയി. സ്മൂത്തനിങ് ചെയ്ത സ്ഥലം അത്ര ശരിയായില്ല, ഭയങ്കര ഡാമേജ്. അപ്പൊ നമ്മുടെ മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ മുടി കൊഴിച്ചിലിനൊക്കെ. ഇപ്പൊ മരുന്നുകളിലൊക്കെ ലോകാവും. ഇനി ഇതുകൂടി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മരുന്നും കാര്യങ്ങളൊക്കെ ആവും. രാവിലെ തന്നെ അമ്മയെ ഏൽപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മോട് പറഞ്ഞു 10:30 ആകുമ്പോൾ എനിക്ക് ഡോക്ടറെ കാണിക്കാൻ വരണമെന്ന്. അപ്പൊ അമ്മ ഒരു 9:30 ആകുമ്പോൾ ഏനിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ടായി. ഞങ്ങൾ ഉറങ്ങിയായതുകൊണ്ട് പിന്നെ അപ്പൊ എണിച്ച്. അപ്പൊ അമ്മ വിളിച്ചപ്പോ എണിച്ചു അല്ലേ. അമ്മ വിളിച്ചപ്പോ എണിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഇന്ന് പോവാ നമുക്ക്. നല്ല വെയിലിട്ട കയ്യുമ്മക്കൊക്കെ ചൂടടിക്കണേ. ഇതാണെങ്കിലും നല്ല തിരക്കുണ്ട്. നമുക്ക് അങ്ങനെയാണ് വണ്ടി ഇടാൻ സ്ഥലം കിട്ടിയത്. അത്രയും ദൂരം ഞാൻ നടക്കണം വെയിലത്ത്. അയ്യോ പൊള്ളണേട്ടാ. പോവാ, പോയിട്ട് പറയാം കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ പറയാം. പോയി വന്നിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഫുഡൊന്നും കഴിക്കാതെ പോണ വഴിക്ക് KRL കയറിയിട്ട് അപ്പവും ബീഫൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിങ്ങനെ കഴിച്ചോണ്ടിരിക്കണം. അപ്പം ഞാൻ ഏട്ടനോട് എന്തോ കളിയാക്കണം. എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ചമ്പലാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ തന്നെ ഒരു മടി. നമ്മൾ പണ്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കുന്ന പോലെ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പം അങ്ങനെ ഹോസ്റ്റലിൻ്റെ അവിടെയൊക്കെ എത്തി. പിന്നാണെങ്കിൽ ഭയങ്കര തിരക്കാ ഹോസ്റ്റലിൽ. ശരിക്കും നമുക്ക് പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലായിട്ട് ഫീൽ ചെയ്യില്ല, ഒരു പാർക്കിൻ്റെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ. അപ്പം എൻ്റെ മുഖത്തിൽ ഇതിൽ വലിയ ചിരിയോ സന്തോഷമൊന്നും കാണില്ല. നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറയാനായിട്ടാ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചിറക്കുന്നുണ്ട്. എനിക്ക് ടെൻഷൻ കൂടിയ ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ടെൻഷൻ അടിച്ചിട്ട് ഞാൻ നെഞ്ചത്ത് കഴിക്കണം. വേറെ ഒന്നുമല്ല, ഏട്ടാ എൻ്റെ നെഞ്ചിരിക്കണം നോക്കിയെന്ന് പറയാം. എനിക്കൊരു ചെറിയൊരു കാര്യത്തിനായാലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഭയങ്കര ടെൻഷൻ കൂടുതലുള്ള ആളാണ്. ഇപ്പം ഈ ഇടയായിട്ട് ചെറിയ ചെറിയ കാര്യത്തിന് വരെ ടെൻഷൻ അടിക്കുന്നുണ്ട്. 10 മിനിറ്റ് കൂടുമ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏട്ടനോട് ഇടയ്ക്കിടയ്ക്ക് പറയാം, എൻ്റെ നെഞ്ചത്തൊന്നും തൊട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ കൂടുന്ന ഒരാളാണ് കേട്ടോ. എന്താണൊക്കെ ഇപ്പോൾ പറ്റിയെന്ന് അറിയില്ല. പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല. എനിക്കിങ്ങനെ ടെൻഷൻ ഇത്രയൊന്നും ഇല്ലാത്ത ആളായിരുന്നു. ഇപ്പം ഇങ്ങനെ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയുള്ള ടെൻഷനാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനായിട്ടൊന്ന് പറയാം, ഒരു ലോഡ് മരുന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഞാൻ കഴിച്ച് തീർക്കണ്ടേന്ന് പറയാം. ഞാനെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ മരുന്നിൻ്റെ പാക്കറ്റിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ തല കറക്കും. അത്രയ്ക്കുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്. ഈ ഗുളിക കഴിക്കുമ്പോൾ ഭയങ്കര മടിയാണ്, പേടിയാണ്. തൊണ്ടയിലിരിക്കുമോ എന്നൊക്കെ. ഇപ്പം ചെറിയ ചെറിയ കാര്യത്തിന് വരെ ഭയങ്കര പേടിയുള്ളൊരു കുട്ടിയായി മാറി ഇല്ലേ. ഭയങ്കര ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇങ്ങനെ പേടിച്ചടക്കുന്ന ഒരു കുട്ടിയായിട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ എന്തോ ടെൻഷനുള്ള ഒരു സമയമാണ്. ചിലപ്പോൾ അതൊക്കെ മാറിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ആ മാളിൽ എത്തിയിട്ടാ.
വെറുതെ ഒന്ന് ലുലുമാളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. എറണാകുളത്ത് എത്തി കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും പോകണല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ എന്തോ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു അത് കാണാൻ. പിന്നെ ഏട്ടൻ എന്തൊക്കെയോ നോക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നാണ്. അപ്പൊ അങ്ങനെ കുറേ നാളായി ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ അല്ലേ. കുറേ നാളായി ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റിയിരുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഡേ മൈ ലൈഫ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയിരുന്നില്ല. സത്യം പറഞ്ഞാൽ കുണുക്കൻ്റെ ബർത്ത്ഡേയുടെ കുറച്ച് എടുത്തിട്ടുണ്ടായി. നമ്മൾ കുണുക്കിൻ്റെ ആനുവൽ ഡേ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായി. അതൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടാ. എന്താ വെച്ചാൽ ഒന്നും ഫുള്ളായില്ല. കുണുക്കിൻ്റെ ആനുവൽ ഡേനെ കുറിച്ച് എനിക്ക് കുറേ പറയാനുണ്ടായി. പക്ഷെ അതൊന്നും ഫുള്ളാക്കി എടുക്കാൻ പറ്റിയില്ല. അപ്പൊ പറയാം. വേറെ ഒന്നല്ല കേട്ടോ, കുണുക്കിൻ്റെ ആനുവൽ ഡേ വീഡിയോ മിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അമ്മയുടെ ചേച്ചിനും ചാനലിലൊക്കെ ഉണ്ടായി. സത്യം പറഞ്ഞ കുണുക്കിൻ്റെ ആനുവൽ ഡേക്ക് സ്റ്റേജുമ്പോൾ കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം. വേറെ ഒന്നല്ല, നമ്മൾ കുണുക്കൻ ജനിച്ച അന്നത്തെ ദിവസം വേറെ ഓർമ്മ വരും. കുണുക്കൻ ഡാൻസ് കളിക്കുമ്പോൾ അന്ന് എടുത്ത അത്രയും ചെറിയ കുട്ടീൻ്റെ ഇത്രയും വലുതായി ഞങ്ങളുടെ മുന്നിൽ കുണിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ സ്റ്റേജ് കയറി ഡാൻസ് കളിക്കുന്നത്. കുണിക്ക് പിന്നെ മുന്നൊരു എന്തൊരു ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ കുണുക്ക് ഇതുവരെ സ്റ്റേജ് കയറിയിട്ടില്ല. അന്ന് കുണുക്കുണ്ടായിട്ട് അവൻ തിരിഞ്ഞോടി. അവന് ഭയങ്കര മടിയുള്ള ഒരു ടൈപ്പാണ് സ്റ്റേജ് കയറാനും കാര്യങ്ങളൊക്കെ. പക്ഷെ അവൻ ഇങ്ങനെ സ്റ്റേജ് കളിക്കണ കാണുമ്പോഴും കുണിക്കിടെ ആണെങ്കിൽ 3 or 4 പ്രോഗ്രാം ഉണ്ടായി. കുണിക്ക് എല്ലാത്തിലും കയറിയിട്ടുണ്ടായിട്ട്. അതും ഞങ്ങൾ പറഞ്ഞ് ചേർത്തതൊന്നുമല്ല. അവർ പോയി അവർക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമിലൊക്കെ അവർ കയറി ചേർന്നു. എന്നിട്ട് ഞങ്ങളോട് വന്നിട്ട് അമ്മയോട് അച്ഛനോട് കാശിൻ്റെ കാര്യം മാത്രം പറഞ്ഞ് ഇത്ര രൂപ വേണം. അല്ലാണ്ട് അവർ അച്ഛനോട് അമ്മോട് ഒന്നും ചോദിച്ചിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് എല്ലാത്തിനും കയറി ചേർന്നിട്ടാ. അപ്പം ഞാനും പൊന്നിച്ചതെന്ന് പറഞ്ഞാൽ പണ്ട് ഈ ആനുവലിൻ്റെ കാര്യങ്ങളൊക്കെ പിൻവലിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇത്തിരി നാണം കൂടുതലാണ്. പിന്നെ അമ്മ മാത്രം ഉണ്ടായില്ലല്ലോ. അച്ഛൻ ഗൾഫിലായതുകൊണ്ട് അങ്ങനത്തെ ഒന്നിനും ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ കുണിക്കും അതിലൊക്കെ ആക്റ്റീവായി നിൽക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചേച്ചി എന്നുള്ള സാധനത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കുണിക്കിൻ്റെ ഡാൻസും ഓരോ ഡാൻസിലും ഞാൻ ഫോൺ പിടിച്ചിരിക്കുക. എന്താ വെച്ചാൽ ആ ഒരു ഭാഗം പോലും വിട്ടുപോരുന്നെന്ന് വെച്ചിട്ട് ഞാനിപ്പോഴും അതൊക്കെ ഡിലീറ്റ് ചെയ്ത് അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഒരു ഭയങ്കര മെമ്മറിയാണ്. അത് കഴിഞ്ഞിപ്പോൾ കുണിക്കിൻ്റെ ബർത്ത്ഡേക്ക് അതെനിക്ക് കല്യാണം കഴിയണ വരെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയാളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു തന്നപ്പോഴേക്കും ഫോണിൻ്റെ സ്പേസ് ഒന്ന് തീർന്നു. അപ്പോൾ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല, കല്യാണത്തിന് മുന്നേ നമുക്ക് കുണിക്കയോട് അറ്റാച്ച്മെൻറ്റ് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ആഴം മനസ്സിലാവുക കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അവരെ കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ചില സിറ്റുവേഷനിൽ വിഷമം എന്തെങ്കിലും വന്നാൽ അവരെന്നെ സ്വപ്നം കാണുക, എന്തെങ്കിലും കണ്ടാലൊക്കെ അവരെ ഓടിപ്പോയി കാണാമെന്ന് വെച്ചാൽ നടക്കണ കേസല്ല. അത്യാവശ്യം ദൂരമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിട്ട് മിഞ്ഞാന്ന് വെച്ചിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ കുണുക്കനെ വെച്ച് പൊട്ട സ്വപ്നം കണ്ടപ്പോൾ അത് നമുക്കെന്ന് വെച്ചാൽ നമ്മളോ അതെന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ പക്ഷേ എനിക്കത് കുണിക്കും കാർക്കും എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മക്കളാണ്. സത്യം പറഞ്ഞാൽ അതിന് മുന്നേ എൻ്റെ ആദ്യത്തെ മക്കൾ തന്നെയാണ് ഇവർ 3 ആളും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പിള്ളേരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞോടുകൂടി കുണിക്കും ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര കുണിക്കനും കാർത്തൊക്കെ ഓരോ ചെറിയ കാര്യം ചെയ്താൽ മതി. അതെനിക്ക് ഭയങ്കര വലിയ കാര്യങ്ങളായിട്ട് തോന്നും. ഇപ്പം ഇന്നലെ കാർത്തുമോളെ വീഡിയോ കോൾ ചെയ്തപ്പോൾ കാർത്തുമോള് ഡാൻസ് പഠിക്കുന്നുണ്ട് അവളെ ടേക്ക് കെയറില്ല. അപ്പോൾ അത് കാണിച്ചു തന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇപ്പോൾ കുണിക്കൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായി. അന്ന് കുണിക്കന് ഞാൻ എടുത്തായിരുന്നു. ഇപ്പം അവൻ എന്നെ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവന് എന്നെ പൊക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പം തടി കുറഞ്ഞോണ്ട് പിന്നെ അവൻ അത്യാവശ്യം വലുപ്പ് തടിയൊക്കെ വെച്ചോണ്ടാന്ന് തോന്നുന്നു. അവൻ ഇപ്പം എന്നെ എടുക്കുന്നുണ്ട്. അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു 8 വർഷത്തിൻ്റെ ഉള്ളിൽ അവൻ എന്നെ എടുത്തു തുടങ്ങി. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവനെന്നെ അല്ലേ അവൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ഭയങ്കര നമുക്കതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. കല്യാണം മാത്രമല്ല നാളെ പഠിച്ച് ജോലിക്ക് പോലെ ഒക്കെ കുണുക്കിൻ്റെ ഒരു ചെറിയ ഡാൻസ് കുണുക്കിൻ്റെ ഒക്കെ ചെറിയൊരു ഡാൻസ് കാണുമ്പോൾ വരെ ഞങ്ങൾക്കത് ഭയങ്കര എൻ്റെ കൈ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ എണിച്ചിരിക്കാന്നറിയില്ല, രോമാഞ്ചം വന്ന പോലെ ആയിരുന്നു കുണുക്കൻ കളിക്കുമ്പോൾ. അതൊരു ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർ നല്ലൊരു സ്കൂളിൽ പഠിക്കണമെന്ന്. അത് നമ്മുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഒരു നിർബന്ധം ഭയങ്കരമായിരുന്നു അവർ നല്ലൊരു സ്കൂളിൽ പഠിക്കണമെന്ന്. പിന്നെ അന്നത്തെ ഒരു കാര്യത്തിൽ ഞങ്ങൾ അവിടുത്തെ ഒരു ചെറിയ സ്കൂളിൽ ചേർത്തെങ്കിലും പിന്നീട് അവർ വലിയ സ്കൂളിൽ പോയി പഠിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അവിടെ പഠിക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് കുറേ കാര്യങ്ങൾ മാറ്റങ്ങളുണ്ട്. അവരുടെ സംസാരത്തിലും കാര്യങ്ങളിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുണിക്കിന് ഡാൻസ് വീഡിയോയിലൊക്കെ പറയണമെന്ന് വെച്ചായിരുന്നു. പക്ഷെ ആ വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് പറഞ്ഞത് കേട്ടോ. ഒരു അവസരം കിട്ടിയപ്പോൾ അതെപ്പോഴും ഞാൻ പറയണമെന്ന് ചിന്തിക്കും, പക്ഷെ വിട്ടുപോയിക്കായിരുന്നു. പിന്നെ അതൊക്കെയാണ് അങ്ങനെ പറഞ്ഞു തീർത്തു. അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കുണിക്കിന് നമ്മൾ ഇഷ്ടത്തിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവന് നല്ല ഇഷ്ടമായിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് നമ്മളെന്നാ വന്നത് മിഞ്ഞാന്നാ വന്നത്. പിന്നെ ഇന്നലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഇന്ന് ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി. വീട്ടിലിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഡോക്ടറെ അടുത്ത് പോയത് വേറെ ഒന്നല്ല, നമ്മുടെ PCOD-യുടെ ട്രീറ്റ്മെൻറ്റ് ഞാനൊരു പകുതിക്ക് വെച്ച് നിർത്തി വെച്ചിരുന്നു. എനിക്ക് ആ മെഡിസിൻസ് ഒട്ടും പറ്റിയിരുന്നില്ല. തലക്കറക്കം, മൈഗ്രെയിൻ ഉള്ള കാരണം ഇപ്പം ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിലൊരു മരുന്ന് മൈഗ്രെയിൻകാർക്ക് പ്രശ്നമുള്ളതാണ്, അതുകൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞു. മൈഗ്രെയിൻ കാര്യങ്ങളൊക്കെ ആ സമയത്ത് മിക്ക ദിവസം ഹോസ്പിറ്റലിൽ എല്ലാ വീഡിയോയിലും കേട്ടറിയാം എനിക്ക് വയ്യാന്ന് പറഞ്ഞിരുന്നു. അത്രയും ടയേർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ 1.5 മാസമൊക്കെ ആ മെഡിസിൻ കഴിച്ചിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് നിർത്തിയിട്ട് ഞാൻ പിന്നീട് നമ്മൾ അച്ഛൻ മരിക്കൽ, പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കാര്യം എപ്പോഴും പിന്നിലേക്ക് ഇടും. ഏട്ടൻ നിർബന്ധിക്കും പോവാന്ന് പറഞ്ഞാലും ഞാൻ പറയും സമയമാവട്ടെ കുറച്ച് കഴിയട്ടെ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കി എല്ലാ കാര്യത്തിനും പോയി അത് പിന്നിൽ കിട്ടുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പിന്നെയും വയറുവേദനയും അന്നത്തെ അസ്വസ്ഥതകളൊക്കെ തിരിച്ച് വന്നപ്പോൾ ഇന്ന് ഞാൻ മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ കുഴപ്പങ്ങളൊന്നുമില്ല, ഇനി നമ്മൾ നല്ല പ്ലാനിങ്ങിൽ പോവാന്ന് പറഞ്ഞില്ലേ. അല്ല നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ ഇനി വേറെ തീരുമാനങ്ങളൊക്കെ എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ തീരുമാനത്തിൽ പോവാണ്. എന്താണ് ചെറുക്കിലെ ഇല്ല ഡോക്ടർ അല്ല മുന്നേ ഭയങ്കര പറഞ്ഞ പോലെ പ്രശ്നമായല്ല ഡോക്ടർ ആ കാര്യം പറഞ്ഞിട്ടാണ്. ഡോക്ടർ തന്നെ പറഞ്ഞു നമ്മളോട് ഇനി ഒരു കൊല്ലായിൽ കല്യാണം കഴിഞ്ഞിട്ട്, അപ്പൊ ബാക്കി മുന്നിലേക്ക് നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അല്ല PCOD അധികം ലേറ്റ് ആക്കണ്ട, അപ്പൊ ഇങ്ങനെ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി വന്ന്. പിന്നെ ഇടയിൽ മാളിൽ കയറി. പിന്നെ നമ്മളെ നന്ദനം സിനിമ ഷൂട്ട് ചെയ്ത പാലസിൽ കയറി. നമ്മളെപ്പോഴും പോണ വഴിയാണ്, പക്ഷെ അവിടെ ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ ഇന്ന് പോയി. അപ്പൊ നമ്മുടെ അവിടുത്തെ ഒരു നമുക്ക് അത്ര വേണ്ടപ്പെട്ടൊരു ചേച്ചി അവിടെ ഉണ്ടായിട്ടാ. നമ്മളെ മുന്നേ തൃശ്ശൂർ പൂരത്തിനൊക്കെ കണ്ട് കറങ്ങി ഞങ്ങള് ശീതൾ നന്ന് ചേച്ചിട്ട് പോയിട്ടാണ്. ഞാൻ കുറെ കറങ്ങിയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇന്ന് അവിടെ പോയിട്ട് ചേച്ചിനെ കാണാൻ പറ്റുമെന്ന് വെച്ചില്ല. ഇന്ന് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. നല്ല ദിവസമായിരുന്നു. വർക്കുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് പിന്നെ ഷോപ്പിൽ പോയി. ഷോപ്പിൽ കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് വന്നു. എന്നാലും ഇന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ബിസി ആയിരുന്നില്ല. എല്ലാ ദിവസവും വെച്ച് നോക്കുമ്പോ ഭയങ്കര തിരക്കും ബിസി ഒന്നും ഉണ്ടായില്ല. ഇന്ന് നമുക്ക് മനസ്സമാധാനമായിട്ട് എല്ലാം ചെയ്യാനുള്ള ടൈം കിട്ടി. എല്ലാ ദിവസവും ഞങ്ങൾ ഓട്ടപ്പാശ കുറച്ച് അത് കൊടുക്കണം, ഇത് കൊടുക്കണം, തീർക്കണം, കുറേ കാര്യങ്ങളുണ്ടാവും. ഇന്ന് ഒരു 2-3 കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. ഇനിയിപ്പോ നാളെ മറ്റേ 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വർക്കുണ്ട് കേട്ടാ. ഇനി ഏട്ടനിങ്ങനെ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ പിന്നെ അത് മറക്കില്ല. എന്താ 21 ഞങ്ങളുടെ അടുത്ത് കുതിരവേലയാണ്. 22 ഏട്ടന് വർക്ക് ആയിട്ട് അതിന് പോവാൻ പറ്റില്ല. അത് എനിക്ക് ഭയങ്കര വിഷമമുള്ള സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് വേറെ വലിയൊരു സംഭവം നമുക്ക് റിവീൽ ചെയ്യാനുണ്ട്. അതിപ്പോ നമ്മളുടെ കയ്യിലല്ലാത്തോണ്ട് അത് എത്ര നാള് പിടിക്കും നമുക്കറിയില്ല. എന്തായാലും ഈ മാസം ലാസ്റ്റ് എത്ര ദിവസം പിടിക്കുന്ന അറിയില്ല. തെറ്റി പറഞ്ഞു സോറി. എത്ര ദിവസം പിടിക്കുന്ന അറിയില്ല. കുതിരവേലനെ വേറെ ഒന്നല്ലോ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉത്സവം ഞങ്ങളവിടെ. ഞാനാണ് ഏട്ടനോട് ദിവസം പറഞ്ഞായിരുന്നു ഫോട്ടോ എടുക്കാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ വർക്കല്ല നമുക്ക് പിന്നെ വലിയത്. അപ്പോൾ വർക്കിന് പോകണം. കഴിഞ്ഞ കൊല്ലം കുതിരവേലക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ 2 കൊല്ലായി. അത് കഴിഞ്ഞ പൂരത്തിന് കൊണ്ടുപോകും. പിന്നെ ഏട്ടന് ഈ ഉത്സവത്തിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത വേറെ ഒന്നല്ല. ഇവിടെ അങ്ങനെ ഉത്സവങ്ങൾ കുറവാണ്. നമ്മുടെ അവിടെ കുന്നോളംകാർക്ക് എന്ന് വെച്ചാൽ ഈ ഒരു മാസം ഉത്സവങ്ങളുടെ ഉത്സവമാണ്. ഉറക്കം ഉണ്ടാവില്ല എന്ന് ഞാൻ ഫീൽ കണ്ടുട്ടോ. കണ്ണിന്റെ അടിയൊക്കെ കറുത്ത് ഉറക്കമില്ലാതെ എല്ലാ ദിവസവും രാത്രി എന്തായാലും ഉത്സവം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു 2-3 പരിപാടിയാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് പോവാറ്. അത് ഈ കുതിരവേല അങ്ങനെ തെച്ചിട്ട് പൂരത്തിന് എന്തായാലും പോകാൻ പറ്റി. കുതിരവേലക്ക് പോകാൻ പറ്റിയില്ല. എന്തിനാവട്ടെ വിഷമം. വർക്കെടുത്തടക്കം അയ്യാറ്റ മുടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളതാ. അടുത്ത വീഡിയോയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.
അടുത്ത വീഡിയോ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് കമന്റ് വഴി റിപ്ലൈ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ടാണ് നമ്മള് അത് പറയാതെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായി. അപ്പൊ അതൊക്കെ എന്തായാലും ഇതുപോലെ തന്നെ ഇതെന്ന് പറയണ ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ആണ്. കുറേ ചോദ്യങ്ങളുണ്ട്. വേറെ ഒന്നുമില്ല, കുറെ ആൾക്കാർക്കുള്ള സംശയങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇത്രയും നാൾ കമന്റിൽ റിപ്ലൈ തരണ്ടെന്ന് വെച്ചിട്ട് കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കമന്റിൽ റിപ്ലൈ തരണ്ട വെച്ചിട്ടാണ്. കമന്റ്സിൽ റിപ്ലൈ തരാണെങ്കിൽ അതിന് മാത്രം നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഒന്നും പറയാത്തത്. കാരണം അടുത്ത വീഡിയോയിലെല്ലാം പറയാലോ. ഇതമ്മീനെ ഹോസ്പിറ്റലിൽ പോയോണ്ടിട്ട്. കാരണം നിങ്ങൾ അറിയണമല്ലോ. കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയാണ്. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്നോട് കുറെ കമന്റ്സിലും ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞ അസുഖം എന്തായി, PCOD കാര്യം എന്തായി, ഇഷ്ടം പോലെ കമന്റ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന് നമ്മൾ പിന്നീട് ഒന്നും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എടുക്കാത്തതുകൊണ്ട് ഞാൻ വീഡിയോസിലൊന്നും പറയാൻ കറക്റ്റ് അല്ലായിരുന്നു. ഇപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് കറക്റ്റായി പറയണം എന്ന് വിചാരിച്ചു. ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ PCOD എന്ന് വെച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമലായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. പിന്നെ ഡോക്ടറെ കാണിച്ച് ഫുഡ് കൺട്രോൾ അതാണ് എനിക്ക് പറ്റാത്തത്. ഭയങ്കര മടിച്ചാണ് ആ കാര്യത്തില്. അപ്പൊ ഞാൻ എന്തായാലും ചെയ്യണം. എന്താ എനിക്ക് മടിയില്ല. ഇങ്ങോട്ട് ചെയ്യണം. മടിയല്ല, സമയം കിട്ടണ്ടേ. നമ്മള് ഒക്കെ ഒന്നൊരു ട്രാക്കിലേക്ക് ആയി വരണം. ഷോപ്പ് ഇട്ടതിന് ശേഷം. അപ്പൊ അതൊക്കെ ആയി വന്നതിന് ശേഷം ചെയ്യാലോ. അല്ല, വർക്ക് ഉണ്ടാവണം. നമുക്ക് ഏറ്റവും വലുത് വർക്കാണ്. നമ്മുടെ ശരീരം ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നോക്കാൻ കുറച്ച് സമയം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ മെയിൻ വർക്കാണല്ലോ. ഇപ്പൊ ആരോഗ്യമുണ്ട്, നമുക്ക് സമ്പാദിക്കാൻ പറ്റിയ സമയമാണ്. അപ്പൊ നമ്മൾക്ക് വർക്കാണ് മെയിൻ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വേറെ ഒന്നും നോക്കുന്നില്ല. ഞങ്ങൾക്ക് എത്ര തിരക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ വർക്കുകളെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. ഇന്നലെ എത്തിയത് രാത്രി 2 മണിക്കാണ് രാത്രി എഡിറ്റിംഗ് കഴിഞ്ഞിട്ട്. കാരണം സ്റ്റാഫ് എഡിറ്റിന് ശേഷം ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങളുണ്ടാവും ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടേതായ വ്ളോഗ്, പിന്നെ വ്ളോഗിന്റെ പ്രൊമോഷൻസ് കാര്യങ്ങൾ, അങ്ങനെ നല്ല തിരക്കുന്നുണ്ട്. പരമാവധി ഏട്ടനെ പറ്റുന്ന പോലെ എനിക്ക് പറ്റുന്ന പോലെ ഏട്ടനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ എല്ലാം പോകുന്നു. ഇത്രയൊക്കെയുള്ളൂ. സംസാരിച്ചിരുന്നാലേ ഞാൻ ഇങ്ങനെ സംസാരിച്ചു പോകും. അതാണ് ലെങ്ത് ഭയങ്കര കൂട് വീഡിയോന് അല്ലേ. കൊറേ നാളായിട്ട് അതല്ല, കൊറേ നാളായിട്ട് ഇങ്ങനെ സംസാരിക്കാത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മള് വീഡിയോ കാണുന്നവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ. അപ്പുറത്ത് ആരില്ലെങ്കിലും ഇത് കേൾക്കുമ്പോലെ. അപ്പൊ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോ അമ്മമാരും ചേച്ചിമാരും ആന്റി വന്നിട്ട് എന്നോട് നല്ലോണം സംസാരിച്ചു. ആന്റിക്ക് പെട്ടെന്ന് ഞങ്ങളെ കണ്ട കാരണം അത് കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നിട്ടാ. നമ്മളങ്ങനെ സ്നേഹിക്കണവരെ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് കേട്ടാ. ഇപ്പൊ എപ്പോ പോകുമ്പോഴും നമ്മൾ ഒരാളെങ്കിലും വന്ന് ഇങ്ങനെ സംസാരിക്കും, നമ്മളെ മോളെ കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ കുറെ അറിയണ പേര് കുറെ ആൾക്കാർ സ്നേഹിക്കാണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷല്ലേ. എങ്ങനെയാണ് ഏട്ടാ പറ? നല്ല സന്തോഷമാണ്. ഞാൻ കുറച്ചു നേരം എക്സൈറ്റ്മെന്റിൽ തന്നെ നോക്കി ഇങ്ങനെ. ഇപ്പൊ അതൊക്കെ മാറിയിട്ടാ. ആ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോ ഭയങ്കര ഇതായിരുന്നു. അയ്യോ എന്താ ഇങ്ങനെ എന്നൊക്കെയുള്ളൊരു സന്തോഷം കൊണ്ട് ഇങ്ങനെ എന്താണ് എന്നുള്ളൊരു ഇതില് സ്റ്റക്കായിട്ടാണ് ഏട്ടൻ നിക്കാറ്. പക്ഷെ ഇപ്പൊ അതൊക്കെ ഏട്ടൻ ശരിയായിട്ടുണ്ട്. എന്താണ് ഏട്ടാ ഉറങ്ങുവോ? ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളോട്ടെ. ഇനി ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടുവരും. കഴിക്കണം, ഫുഡ് കഴിക്കണം. ഇന്ന് രാവിലെ പോയിക്കണം, ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് ബൈ.